ഹലോ, അസ്സാം വലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 3-4 ഏലക്കയും ഒരു 2-3 ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. അത് ചൂടായി കഴിയുമ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തേക്കണം, നീളത്തിൽ അരിഞ്ഞാണ് എടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 വെളുത്തുള്ളിയാണ്, വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് നീളത്തിൽ അരിഞ്ഞത് ഇഞ്ചിയും ഒരു കഷ്ണം എടുത്തിട്ട് അതൊന്ന് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു 2 സവാളയാണ് എടുത്തേക്കണത്. 2 സവാള എന്ന് പറഞ്ഞാൽ ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 5-4 പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പിലയും പിന്നെ ഉരുളക്കിഴങ്ങ്, ഞാൻ 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടത് അതൊന്ന് കട്ട് ചെയ്തതും ക്യാരറ്റും ഉണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് അതിനകത്തൊന്ന് വഴറ്റി വെറുതെ ഒന്ന് വഴറ്റി എടുത്താൽ മതി. ആ വഴന്ന് ഒന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ചിക്കനും അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂണ്, ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂണ് വിനാഗിരി, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് മതി, ഒരു ചെറിയ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ മൂടി ഒന്ന് തുറന്നിട്ട് ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അതൊന്ന് പാലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ പാല് മാറ്റി വെച്ചിട്ട് ആ 2ാം പാല് ഞാൻ ആ ചിക്കനിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ആ പാലിൽ കിടന്നിട്ടൊന്ന് ചിക്കനൊന്ന് വെന്ത് വരണം. ഇപ്പം നമ്മൾ ചിക്കൻ വേകാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് നിന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിനകത്ത് തന്നെ ഇട്ടൊന്ന് ഉടച്ചിട്ട് ആ ചിക്കനിലോട്ട് തന്നെ ചേർക്കുന്നുണ്ട്. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഉരുളക്കിഴങ്ങും ഇങ്ങനെ ഉടച്ച് ചേർക്കണത് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തീയൊന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് ഫസ്റ്റത്തെ പാലൊഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് പാലൊഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. അപ്പം അതിൽ നിന്ന് 1 ടീസ്പൂണ് ആ മസാലേൻ്റെ കൂടെ തന്നെ ഒരു 2-3 ഏലക്കയും കൂടെ പൊടിച്ചിട്ട് ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഞാനൊരു ടേബിൾ സ്പൂണ് കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. കുരുമുളക് കൂടെ ചതച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകും ഏലക്കയാണ് നമ്മൾ സ്റ്റൂവിൽ കൂടുതലായിട്ട് ഇടണത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പാല് നമ്മളിപ്പോൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ ആ കറി പിരിഞ്ഞ പോലൊക്കെ ആകും. അവിടെ കറിക്കൊന്ന് ചൂട് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും. നമ്മുടെ സ്റ്റൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ ഏലക്കൻ്റെ ഒക്കെ നല്ല മണമായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ കറി ഒന്ന് ഇങ്ങനെ ചൂടായി ഇങ്ങനെ തിള വരാൻ പോകുമ്പോൾ തന്നെ നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഞാനത് തീ ഓഫാക്കി കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഇട്ടെടുത്തേക്കണത് ഞാൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഓയിലൊക്കെ എടുക്കും, പക്ഷേ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു 2-3 ഉള്ളി എടുത്തിട്ട് അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കശുവണ്ടിയും കൂടെ ഇട്ടെടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് കശുവണ്ടിയും കൂടെ ഇട്ടൊന്ന് നല്ലോണം ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കണ്ട്. അപ്പോൾ ഇതെല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇതെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ബ്രെഡിനും വെള്ളയപ്പത്തിനും പാലപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കറിയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടി വേണം കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.